പല വമ്പന്മാരും നിർമ്മിച്ച് സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത മാണിക്യക്കല്ല് മാറിയ സാഹചര്യത്തിൽ ഇനി ചെയ്യുന്നത് ഇവരൊക്കെയാണ്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില സാഹിത്യ കൃതികൾ ഒരു കാരണവശാലും ചലച്ചിത്ര ഭാഷ്യത്തിന് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കിയവർ നിരവധിയാണ്. അതിലൊരു സാഹിത്യകൃതിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം സിനിമയാക്കാൻ എത്രയോ പേർ ആഗ്രഹിച്ചു. അവസാനം ശ്യാമപ്രസാദ് അതിൻ്റെ വൺലൈൻ വരെ എഴുതിയതാണ്. അപ്പം ചില നൂലാമാലകളിൽ പെട്ടു. ശ്യാംപ്രസാദ് സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം നോവല് എങ്ങനെ സിനിമയാക്കും? നോവല് വേറെ, സിനിമ വേറെ. നോവൽ നിങ്ങൾക്ക് വായിച്ചാസ്വദിക്കാം, സിനിമ നിനക്ക് കണ്ടാസ്വദിക്കാം. ഈ വ്യത്യാസമുണ്ടായിരിക്കാം. പക്ഷെ അതും നടന്നില്ല. പിന്നെ പലതും അങ്ങനെയാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തോപ്പിൽ ഭാസിയുടെ മകൻ, അതായത് ഭരതൻ്റെ മുഖ്യ ശിഷ്യന്മാരിൽ ഒരാളായ അജയൻ, നമ്മുടെയൊക്കെ സുഹൃത്ത് തന്നെയാണ്. അജയൻ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അത് എം ടിയുടെ രചനയായാൽ കൊള്ളാം. അന്ന് എം ടിയുടെ രചനയ്ക്ക് വേണ്ടി പലരും തപസ് ചെയ്യുന്ന സമയമാണ്. തോപ്പിൽ ഭാസിയുടെ മകനായതുകൊണ്ടും ഭരതൻ്റെ ശിഷ്യനായതുകൊണ്ടും അത്രയൊക്കെ പ്ലസ് പോയിൻ്റാണ് അജയനുണ്ടായിരുന്നത്. എം ടിക്ക് അറിയാവുന്നതുകൊണ്ടും ആ ചെറുപ്പക്കാരന് എം ടിയുടെ തിരക്കഥ നിഷ്പ്രയാസം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായില്ല. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അജയൻ ആവശ്യപ്പെട്ടത് പുതിയ കഥയൊന്നല്ല, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന പഴയ മിത്തുള്ള മാണിക്യക്കല്ല് എന്ന ഒരു ചെറിയ കുട്ടികളുടെ നോവലാണെന്ന് ആലോചിക്കണം. അത് എം ടി ആണ് എഴുതിയതെങ്കിലും സരള എന്ന പേരിലാണ് എം ടി ആദ്യം എഴുതിയത്. അത് വായിച്ച് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം അത് പേരൊന്നും ഉണ്ടാവണമെന്നില്ല. ഈ സർപ്പത്തിൻ്റെ നെറുകയിൽ നിന്ന് ഈ മാണിക്യക്കല്ലെടുത്ത് അത് കഴുകാൻ വേണ്ടി നദിയുടെ ഓളത്തിൽ ഇറങ്ങി അവിടെ കഴുകുമ്പോൾ നദി രണ്ടായി പിരിഞ്ഞു പോകുന്നത്, അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന രസകരമായ അതാണ് അജയൻ സിനിമയാക്കാൻ ആഗ്രഹിച്ചത്. മറ്റാരും ചോദിക്കാതിരുന്ന മാണിക്യക്കല്ല് അജയന് വേണമെന്ന് പറഞ്ഞപ്പോൾ എം ടി സമ്മതിച്ചു. അതിൻ്റെ കാര്യത്തിലായി റൈറ്റ്സും ശരിക്ക് അജയന് കൊടുത്തു. മിടുക്കനാണ് അജയൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ എം ടി മറ്റൊരു കാര്യം പറഞ്ഞു, അതിനു മുൻപ് നമുക്ക് മറ്റൊരു സിനിമ ചെയ്യാം. അങ്ങനെയാണ് പെരുന്തച്ഛനുണ്ടായത്. പെരുന്തച്ഛൻ സിനിമ ശരിക്കും അജയന് നല്ലൊരു പേര് കിട്ടി. തുടർന്ന് ഈ മാണിക്യക്കല്ലിൻ്റെ വർക്കിലേക്ക് നീങ്ങി. അത് വെറുതെ വർക്ക് നീങ്ങിയാൽ പോരാ എന്ന് എം ടിക്ക് മനസ്സിലായി. അത് യൂണിവേഴ്സലായിട്ടുള്ളൊരു സബ്ജക്റ്റ് സിനിമയാക്കി മാറ്റണം. ഹോളിവുഡിൽ പോകണം, ഹോളിവുഡ് സ്റ്റുഡിയോകൾ സന്ദർശിക്കണം, അതിലെ ടെക്നീഷ്യന്മാരെ കാണണം. കാരണം അന്ന് ഇതൊരു നാടോടി കഥയെ ഉപജീവിച്ച് എം ടി ശൈലിയിൽ എഴുതിയതാണെങ്കിലും അത്ഭുതങ്ങൾ വിതറുന്ന, കുട്ടികളിൽ അത്ഭുതങ്ങൾ നിറയ്ക്കുന്ന കുറേ സംഭവ പരമ്പരകൾ തന്നെ ഇതിനുണ്ട്. അത് എങ്ങനെയൊക്കെ വേണമെന്ന് അത് പഠിക്കേണ്ടിയിരിക്കുന്നു. അതനുസരിച്ച് എം ടിയോടൊപ്പം പ്രശസ്ത ക്യാമറമാനായ മധു അമ്പാട്ട്, അജയൻ, നിർമ്മാതാവായ ഗുഡ് നൈറ്റ് മോഹൻ, ഇവർ 4 പേരടങ്ങുന്ന സംഘം സ്റ്റുഡിയോകൾ കാണാനും വിദേശത്തേക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ്. അവിടെ കുറച്ച് ദിവസം താമസിച്ചു, ഇതെല്ലാം മനസ്സിലാക്കി. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ തന്നെ സാങ്കേതികമായിട്ട് വിജയിക്കാവുന്ന തരത്തിലുള്ള എല്ലാവരെയും കണ്ടാണ് അവർ തിരിച്ചു വന്നത്. അപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ മീതെ നിൽക്കുന്ന സിനിമയാക്കി മാറ്റാൻ പറ്റും. കുട്ടികളെ സംബന്ധിച്ച് ഈ നദി രണ്ടായി പിളർന്നു പോകുന്നത്, ഈ സർപ്പം കുതിരയെ വിഴുങ്ങുന്നത്, ഇങ്ങനെ കുറേ നിരവധി സംഭവങ്ങളുണ്ട്.
അത്തരത്തിലുള്ള രസകരമായ അനുഭവങ്ങളുമായിട്ടാണ് ഇവർ തിരികെ എത്തിയത്. ഓർക്കാപ്പുറത്ത് ഒരു ദിവസം ഈ സിനിമ ചെയ്യേണ്ടിയിരുന്ന അജയനെ മാറ്റി. അജയൻ പോലും അറിയാതെ. എന്താ കാരണമെന്ന് മരിക്കുന്നതുവരെ അജയൻ എന്നോട് പറഞ്ഞിട്ടില്ല, സുഹൃത്തുക്കളായിട്ട് പോലും. ആ സ്ഥാനത്ത് പിന്നെ വന്നത് പ്രശസ്ത സംവിധായകനായ പ്രിയദർശനാണ്. പ്രിയദർശൻ ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മറ്റു പലരും, ഇതറിയാമായിരുന്ന മറ്റു പലരും ചോദിച്ചാൽ അങ്ങനെ ശരിയാവും, ഇതിൻ്റെ റൈറ്റ്സ് MT കൊടുത്തിരിക്കുന്നത് തോപ്പിൽ ഭാസിയുടെ പ്രിയപ്പെട്ട മകനാണ്, ഭരതൻ്റെ അസോസിയേറ്റിനാണ്. എന്തായാലും പ്രിയൻ ആ വർക്കുമായി മുന്നോട്ട് പോകുന്നു. പിന്നീട് അറിയുന്നത് ആ ഗുഡ് നൈറ്റ് മോഹൻ മാറുന്നു, പ്രിയദർശൻ ഇല്ലാതാവുന്നു. ഈ പ്രോജക്റ്റ് ആരും ചെയ്യാത്ത രീതിയിലേക്ക് മുടങ്ങുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ആര് വേണം, ആർക്കിത് ചെയ്യാൻ കഴിയും? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നവോദയ അപ്പച്ചൻ്റെ പേര് വന്നത്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എടുത്ത് വിജയിപ്പിച്ച, വെറും വിജയമല്ല വൻ വിജയമാക്കിയ അപ്പച്ചന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്ന് അന്നൊരു തീരുമാനമായി. അപ്പച്ചൻ ഇക്കാര്യം നേരിട്ട് MTയോട് ചോദിച്ചില്ലെങ്കിലും പലരും ഇക്കാര്യം അപ്പച്ചൻ്റെ ചെവിയിലെത്തിച്ചു. നോക്കാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അത് തനിക്ക് എടുക്കാൻ പറ്റും, ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഏവർക്കും സന്തോഷം. അങ്ങനെ ആ പരിപാടികളായി മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ ഇടയ്ക്ക് വെച്ച് ആ പ്രോജക്റ്റും ഇല്ലാതായത്, അപ്പച്ചനും മാറുന്നത്. അതിൻ്റെ കാരണങ്ങളും അറിയില്ല. അതിനിടയിൽ അജയൻ മരിക്കുന്നു, പ്രിയദർശൻ ഈ ഓട്ടോയിൽ പോയി കഴിഞ്ഞിരിക്കുന്നു, നവോദയ അപ്പച്ചനും എത്തിയില്ല, ഇപ്പോൾ നമ്മുടെ മുന്നിൽ MTയും ഇല്ല. പക്ഷേ ഈ മാണിക്കക്കല്ല് സിനിമയാക്കണമെന്നുള്ള ആഗ്രഹം പലരുടെയും മനസ്സിലുണ്ട്. ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നു. കാരണം ഇങ്ങനെ MTയുടെ 2 രചനകളാണ് ആര് ചെയ്യും എന്ന രീതിയിൽ നിൽക്കുന്നത്. ഒന്ന് ഭീമസേനെ കഥാപാത്രമാക്കിയ വലിയ സിനിമ, അതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണത്. ഇപ്പോൾ ഇതാ മാണിക്കക്കല്ല്. അപ്പോൾ മാണിക്കക്കല്ല് മാറിയ സാഹചര്യത്തിൽ എടുക്കാൻ പറ്റിയ ഒരു നിർമ്മാതാവ് ഗോകുലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗോപാലൻ പഴശ്ശിരാജ് ചെയ്ത, ഗോകുലമായിട്ട് പഴശ്ശിരാജ് ചെയ്ത ഹരിഹരൻ, അവരൊക്കെ ചേർന്ന്, അതായത് MT, ഹരിഹരൻ, ഗോപാലൻ പേരിൽ ഈ മാണിക്കക്കല്ല് എടുത്താൽ എന്താണ് എന്നൊരു ചർച്ച വന്നു. ആ ചർച്ച പൂർണ്ണതയിലെത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത ഗോപാലനാണ് ഈ മാണിക്കക്കല്ല് നിർമ്മിക്കാൻ പോകുന്നത്, സംവിധാനം ഹരിഹരനും. അതിനു മുൻപ് അവർക്ക് 1-2 വലിയ പ്രോജക്റ്റുകൾ ചെയ്തു തീർക്കാനുണ്ട്. എന്തായാലും മാണിക്കക്കല്ല് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രസകരമായ അനുഭവങ്ങൾ നിറച്ച ഒരു സിനിമ, കുട്ടികളെയും വലിയവരെയും ഒരേപോലെ ആകർഷിക്കുന്ന സിനിമ. ആ മാണിക്കക്കല്ല് സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം.